ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ജിംനോസ്പം, പാലിയോബോട്ടണി ആ ഒരു പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഔട്ട്ഡോർ ഗാർഡനിങ് എന്ന് പറയുന്ന ഹോർട്ടിക്കൾച്ചറിലെ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, പക്ഷേ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റെഫറൻസ് മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കയ്യിൽ. അതുകൊണ്ടായിരുന്നു ചെയ്യാതിരുന്നത്. ഇപ്പോൾ റെഫറൻസ് മെറ്റീരിയൽസ് ഏകദേശം എല്ലാതും കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഔട്ട്ഡോർ ഗാർഡനിങ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഔട്ട്ഡോർ ഗാർഡനിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാവരും വീട്ടിൽ ചെടി നടാറുണ്ട്, അതൊരു ഔട്ട്ഡോർ ഗാർഡനിങ് തന്നെയാണ് ശരിക്കും. പക്ഷേ ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിനെ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി ആക്കി മാറ്റുകയാണ്. അതായത് ഇന്ന ചെടികൾ ഇവിടെ വെക്കും, അങ്ങനെ ആ ഒരു ഏരിയനെ ടോട്ടലി മാറ്റിയിട്ട് ഒരു ഗാർഡൻ സെറ്റപ്പിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഔട്ട്ഡോറിൽ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യുക എന്നുള്ളത് ഒരു ഓൾഡായിട്ടുള്ള പ്രാക്ടീസാണ്. മുമ്പ് പ്ലാന്റ്സിനെ മാത്രമായിരുന്നു ഈ ഔട്ട്ഡോർ ഗാർഡനിങ്ങിൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പം സ്കൾപ്ചേഴ്സ്, വാക്ക് വേസ്, പോൺസ്, ഫൗണ്ടെയിൻസൊക്കെ ആ ഒരു സറൗണ്ടിങ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനെ എസ്തെറ്റിക്കലി ഒരു പ്ലീസിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ചെറിയ ചെറിയ പ്രതിമകൾ, ചെറിയ കുളം, അതുപോലെ തന്നെ നടക്കാനുള്ളൊരു നടപ്പാതയൊക്കെ ഇട്ടിട്ട് ആ ഒരു ഏരിയനെ എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു എസ്തെറ്റിക് ബ്യൂട്ടി ആ ഒരു ഏരിയയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു തരിശായിട്ടുള്ളൊരു സ്ഥലം നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരുപാട് സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഈ സ്പേസിൽ ചിലപ്പോൾ എന്താണ്, നമുക്കിങ്ങനെ പ്രതിമകളൊക്കെ വെച്ചിട്ട് ഒരു മലയൊക്കെ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ചെറിയ കുളവും ഒരു ഫൗണ്ടെയിനൊക്കെ സെറ്റ് ചെയ്തിട്ട് വരുമ്പോൾ അതിന് ഉണ്ടാവുന്ന ബ്യൂട്ടി എന്ന് പറയുന്നത്, അത് തരിശായി കിടക്കുമ്പോൾ ഇല്ലാത്തൊരു എസ്തെറ്റിക് ബ്യൂട്ടി അതിനെ ആ ഒരു രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ഔട്ട്ഡോർ ലാൻഡിനെ ബ്യൂട്ടിഫൈ ചെയ്യുക എന്തിനു വേണ്ടിയിട്ട്? എസ്തെറ്റിക്കായിട്ടും അതുപോലെ തന്നെ കൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സീനറീനെ ബ്യൂട്ടിഫൈ ചെയ്യുക. എന്തൊക്കെ വെച്ചിട്ട്? പ്ലാന്റ്സ് വെച്ചിട്ട്, നോൺ ലിവിങ് ഒബ്ജക്ട്സ് വെച്ചിട്ട്, സ്കൾപ്ചേഴ്സ്, മോഡൽസ്, ആർക്കിടെക്ചറൽ വർക്ക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനെ ആ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ പുറത്തുള്ള ഒരു സ്ഥലം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ബ്യൂട്ടിഫൈ ചെയ്യുകയാണ്. കൾച്ചറലി ആൻഡ് എസ്തെറ്റിക്കലി അതിനെ ഒരു മാറ്റം കൊണ്ടുവരികയാണ്. എന്തൊക്കെ ഉപയോഗിച്ചിട്ട്? പ്ലാന്റ്സും അതുപോലെ തന്നെ പ്രതിമകൾ, വാക്ക് വേസ്, ആർക്കിടെക്ചറൽ ആയിട്ടുള്ള വർക്ക്സൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു ഏരിയനെ, ആ നാച്ചുറൽ സീനറീനെ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നൊരു സംഭവമാണ്. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ലാൻഡിനെ ബ്യൂട്ടിഫൈ ചെയ്യുകയാണ്. എന്തൊക്കെ വെച്ചിട്ട്? അതിൻ്റെ നാച്ചുറൽ സീനറി മാറ്റിയിട്ട് അതിനൊരു എസ്തെറ്റിക് ബ്യൂട്ടി കൊണ്ടുവരാനായിട്ട് നമ്മൾ പല പ്ലാന്റ്സും അതുപോലെ തന്നെ പ്രതിമകൾ, ആർട്ടിഫിഷ്യലായിട്ട് പോണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ലാൻഡ്സ്കേപ്പ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഉള്ള ഗാർഡനിങ്ങിന് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. അതിനെയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എസ്തെറ്റിക്, ആ ഒരു ഏരിയേൻ്റെ എസ്തെറ്റിക് ബ്യൂട്ടി എൻഹാൻസ് ചെയ്യും, അല്ലേ? അതുകൂടാതെ സിമ്പിളായിട്ടുള്ള ഒരു സ്ഥലം കുറച്ചുകൂടെ ആൾക്കാർക്ക് ആകർഷണം ഉണ്ടാക്കും. ഓക്കെ, അപ്പം നമ്മുടെ വീട്ടിൽ ഒരു തരിശായിട്ടുള്ള കിടക്കുന്ന പറമ്പിലേക്ക് ആരും അങ്ങനെ നോക്കില്ല. പക്ഷേ നമ്മൾ ഗാർഡനിങ് ചെയ്തിട്ട് നല്ല നല്ല ചെടികളൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ച് കഴിയുമ്പം ആൾക്കാരെല്ലാവരും എന്തായിരിക്കും, നമ്മൾ ആ ഒരു ഗാർഡനിലേക്കുള്ള
അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് എസ്തെറ്റിക് ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ്, ആ ഏരിയേൻ്റെ എസ്തെറ്റിക് ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ ആർക്കിടെക്ചറൽ ആയിട്ടുള്ള ക്രിയേഷന് നാച്ചുറൽ സീനറിയുമായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് പ്ലാന്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ജംഗിൾസിന് ലൈഫ് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ആർക്കിടെക്ചറൽ വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇന്നാനിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഒരു പാലം പോലെയൊക്കെ ഉണ്ടാക്കുക, ഓക്കെ, ഒരു ചെറിയ കുളം, ആ കുളത്തിൻ്റെ മേലെ കൂടെ ഒരു പാലം പോകുന്ന ആ രീതിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ പ്ലാന്റ്സും കൂടി ഉപയോഗിക്കുമ്പോൾ ആ ഒരു സാധനത്തിനൊരു ജീവൻ വെച്ച പോലെ ആയിരിക്കും അല്ലേ. അങ്ങനെ ആർക്കിടെക്ചറൽ വർക്കും അതുപോലെ തന്നെ നാച്ചുറൽ സീനറിയും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നത്. അത് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ്. പിന്നെ വരുന്നത് കൺട്രോൾ വെഹിക്കുലർ ആൻഡ് പെഡസ്ട്രിയൻ ട്രാഫിക്. അതായത് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ നടക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് അൺഡിസൈറബിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ടുകൾ എടുക്കുന്നത് കുറയും. ഈ ലോണിലൂടെയൊക്കെ ചിലപ്പോൾ ആൾക്കാർ എന്താണ് ഷോർട്ട് കട്ട് എടുക്കും. പക്ഷേ എന്നാൽ ഈ ഫ്ലവർ ബെഡൊക്കെ കാണുമ്പോൾ എന്താണ് ആൾക്കാർക്ക് അതിലൂടെ പോവണ്ട എന്നുള്ളൊരു തോന്നൽ വരും. അല്ല, പോകുന്നവരുണ്ട്, അങ്ങനെ പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ചെടിയൊക്കെ നട്ട ഒരു സ്ഥലത്ത് കൂടെ നടന്നു പോവാൻ അതിൻ്റെ മേലെ നശിപ്പിക്കേണ്ട എന്നുള്ള തോന്നലുള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ലോൺസിനൊന്നും വലിയ ഡാമേജും കാര്യങ്ങളൊന്നും വരില്ല, ഫ്ലവർ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അതാണ് വേറൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. പിന്നെ പ്ലാന്റ്സിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ജങ്ക് യാർഡ്സിന് ചുറ്റും വാളുണ്ടാക്കാം. സ്റ്റോറേജ് ഏരിയാസിനും ജങ്ക് യാർഡ്സിനും ചുറ്റും എന്താണ് വാൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഏരിയാസിലൊക്കെ ഇങ്ങനെ പ്ലാന്റ്സ് നിറയെ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു മറ പോലെ ആയിട്ട് മാറും അല്ലേ. അങ്ങനെ നമുക്ക് പ്ലാന്റ്സ് യൂസ് ചെയ്തിട്ട് അതിനൊരു ലാൻഡ്സ്കേപ്പിംഗ് എസ്തെറ്റിക് സെൻസ് കൊണ്ടുവരാനായിട്ടും പറ്റും. ഓക്കെ, ഇനി വരുന്നത് നമുക്ക് എന്താണ് ഈ പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുക. അതൊരു ഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ലൈറ്റിനെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ആ ഒരു ടെമ്പറേച്ചർ, ആ ഒരു ഏരിയയിലുള്ള ടെമ്പറേച്ചറിനെ മോഡിഫൈ ചെയ്യും. ഒരു നോർമൽ ടെമ്പറേച്ചർ, ഒരുപാട് ഹാർഷ് അല്ലാത്ത ടെമ്പറേച്ചറിലേക്ക് ആ ഒരു ഏരിയനെ മാറ്റും. ഓക്കെ, കൺട്രോൾഡ് ആയിട്ടായിരിക്കും ആ ടെമ്പറേച്ചർ, ആ ഒരു ഏരിയയിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൺട്രോൾഡ് ആയിരിക്കും. ഒരു പ്ലാന്റ്സിലൂടെ വരുന്ന ബാക്കി ഭാഗം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പുറത്തേക്ക് വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് തണലത്ത് ഇരിക്കാനൊക്കെ ഉള്ള ആ ഒരു സൗകര്യം ഉണ്ടാവും. പിന്നെ ഇതൊരു റീക്രിയേഷണൽ ഗ്രൗണ്ട്സ് ആണ്. അതായത് നമ്മൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഗാദറിങ്സ്, എന്തെങ്കിലും മീറ്റിങ്സും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നടത്തുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടായിരിക്കും, എസ്തെറ്റിക് സെൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു റീക്രിയേഷണൽ ഗ്രൗണ്ടാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഗാദറിങ്ങിനും അതുപോലെ തന്നെ ഇൻട്രാക്ഷനൊക്കെ. നമ്മളിപ്പോൾ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നിറയെ ആൾക്കാർ ഇരിക്കുന്നത് കാണാമല്ലോ. അപ്പോൾ അവിടെ എന്തോ ഒരു ഫ്രഷ് എയർ ഉണ്ടായിരിക്കും, ഫ്രഷ് ആയിട്ടുള്ള ഒരു മൈൻഡിന് തന്നെ ഒരു റിഫ്രഷ്മെൻറ്റ് ആ ഒരു ഏരിയയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ അവിടെ വെക്കാം. പിന്നെ ചില ലവേഴ്സൊക്കെ മീറ്റ് ചെയ്യുന്ന പാർക്സിലൊക്കെ ആയിരിക്കും അല്ലേ. ആ ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ഒക്കെ ഉള്ള ഒരു ഏരിയ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഹൗസ് ഓണേഴ്സിന് ഇതൊരു ഹോബി അല്ലെങ്കിൽ ആക്ടിവിറ്റി ആയിട്ട് മാറും. അതായത് നമ്മളിത് ഈ ലാൻഡ്സ്കേപ്പ് ചെയ്തുകൊണ്ട് മാത്രം അത് ദീർഘകാലം നിൽക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ. ഇപ്പോൾ നമ്മൾ പുല്ല് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ലോൺസ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിന് പ്രോപ്പർ മെയിൻ്റനൻസ് ഉണ്ട്. അത് കട്ട് ചെയ്ത് അതിനെ ആ ഒരു കുറ്റിയാക്കി വെക്കുക, ചെടികൾ കുറ്റിയാക്കി വെക്കുക, ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗാർഡൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് ക്രമേണ നമ്മുടെ ഒരു ഹോബി ആയിട്ട് മാറും.
അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിന് വെള്ളം ഒഴിക്കുക, അതിനെ പരിപാലിച്ചു കൊണ്ട് പോവുക എന്നുള്ളതൊക്കെ അതും ഒരു എസ്തെറ്റിക് ഫീലാണ് ശരിക്കും ചില നമുക്ക് സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു കണ്ടീഷൻ വരുന്ന സമയത്ത് ഇതിൻ്റെ മെയിൻ്റനൻസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ എന്താണ് ആ ഒരു സ്ട്രെസ് റിലീഫൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അതാണ് നെക്സ്റ്റ് പോയിന്റ് വരുന്നത്. ഒരു റിലാക്സിങ് ആയിട്ടുള്ള എൻവിറോൺമെൻ്റ് ആയിരിക്കും, സ്ട്രെസ് ഫ്രീ ആവും, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഓരോന്ന് കാണുമ്പോൾ. ഇതെങ്ങനെയാണ് ഓരോ ചില ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിൽ നിന്ന് എവിടുന്നോ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ടെൻഷൻസും എന്താണ് പോവാണ്. ഓക്കെ, അത്രയാണ് ആ ഒരു സിഗ്നിഫിക്കൻസിൽ വരുന്നത്. ഇനി കാറ്റഗറീസ്, ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ കാറ്റഗറീസ് നോക്കുകയാണ്. പ്രധാനമായിട്ടും 4 കാറ്റഗറീസിലാണ് ലാൻഡ്സ്കേപ്പിംഗ് വരുന്നത്. ഒന്ന് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, പബ്ലിക് ആൻഡ് സ്പെഷ്യാലിറ്റി ടൈപ്സ്. ഇങ്ങനെ 4 ടൈപ്പായിട്ടാണ് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ കാറ്റഗറി വരുന്നത്. റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൗസ് ഓണറിൻ്റെ നീഡിനനുസരിച്ച്, ടേസ്റ്റിനനുസരിച്ച് എന്താണ് വീട്ടിന് ചുറ്റും ഉണ്ടാക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഹോം ലാൻഡ്സ്കേപ്പിംഗ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ ഗാർഡനിങ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ഹോം ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ആ ഹൗസ് ഓണറിൻ്റെ ടേസ്റ്റുകളും അവർക്ക് എങ്ങനെയൊക്കെയാണ് വേണ്ടത്, അവരുടെ വീടിന് ചുറ്റും ഏതൊക്കെ ചെടികൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് വേണ്ടതെന്നുള്ള ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും ആ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിൽ. പിന്നെ വരുന്നതാണ് പബ്ലിക് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. പബ്ലിക് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രീറ്റിൽ എന്താണ് പ്ലാന്റ്സ് നടുക, ട്രീസ് നടുക, അതുപോലെ തന്നെ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ സ്ട്രീറ്റിൻ്റെ കോർണേഴ്സിലൊക്കെ നടുന്ന അതിനെയാണ് നമ്മൾ പബ്ലിക് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. ഇതൊരു റീക്രിയേഷൻ, അതായത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്മൾ റീക്രിയേഷണൽ പാർക്കുകളൊക്കെ അതൊരു പബ്ലിക്കായിട്ടുള്ളൊരു ഏരിയയാണ്. അവിടെ എന്താണ് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവിടെ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് ഒരു റീക്രിയേഷണൽ സ്പോട്ടായിട്ട് മാറും. ഓക്കെ, അതായത് നമ്മൾ പബ്ലിക്കായിട്ടുള്ള ഒരു ഏരിയയിൽ അല്ലെങ്കിൽ സ്ട്രീറ്റിൻ്റെ അവിടെയൊക്കെ നമ്മൾ പ്ലാന്റ്സ് നട്ട് അവിടെയൊക്കെ ആ ഒരു ഷെയ്ഡും ആ ഒരു എന്താണ് ഫ്രഷ് എയറും ഒരു എസ്തെറ്റിക് ബ്യൂട്ടി തന്നെ ഉണ്ടായിരിക്കും അല്ലേ. അതാണ് പബ്ലിക് ലാൻഡ്സ്കേപ്പിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു സ്ട്രീറ്റിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് പാർക്കുകളിലൊക്കെ നമ്മൾ എന്താണ് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതിനെയാണ് പബ്ലിക് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫ്രീ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാം. അവിടുത്തെ പാർക്കിലെ ഒരുപാട് ചെടികളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതുകൂടാതെ കുട്ടികൾക്ക് കളിക്കാനുള്ളതുണ്ടായിരിക്കും, നമുക്ക് നടക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും, ചെറിയ ചെറിയ പ്രതിമകളൊക്കെ ഉണ്ടായിരിക്കും. അതാണ് പബ്ലിക് ലാൻഡ്സ്കേപ്പിങ്ങിൽ വരുന്നത്. ഇനി വരുന്നതാണ് കൊമേഴ്ഷ്യൽ ലാൻഡ്സ്കേപ്പിംഗ്. കൊമേഴ്ഷ്യൽ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കാണുന്നത് നമ്മുടെ ഷോപ്പിംഗ് സെൻറ്റേഴ്സിൽ, ഹോട്ടൽസിൽ, ബാങ്ക്സിൽ, റെസ്റ്റോറൻറ്റിൽ ഇവിടെയൊക്കെയാണ് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ്. ഇതാദ്യം ഒന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ എല്ലാ കടേൻ്റെ മുന്നിലും ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാറുണ്ട് അല്ലേ. ഈ കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇത് പബ്ലിക്കിന് ഒരു ബുദ്ധിമുട്ടാവരുത്, ഇൻകൺവീനിയൻസ് ആവരുത്. ആ രീതിയിൽ വേണം നമ്മളിത് പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, വലിയ വലിയ ട്രീസൊക്കെ നമ്മളിപ്പോൾ ഇതിൻ്റെ മുന്നിൽ വെക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ പബ്ലിക്കിനൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് നടത്തുന്നത്. അതായത് പബ്ലിക്കിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ബാങ്കിലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇപ്പോൾ നല്ല രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഇപ്പോൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നത് സ്പെഷ്യാലിറ്റി ലാൻഡ്സ്കേപ്പിംഗ് ആണ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനും സുവോളജിക്കൽ ഗാർഡനും അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡനും അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി സുവോളജിക്കൽ ഗാർഡൻസുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഡിസൈൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലെന്ന് പറയുന്നത് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരിക്കും. നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ ശരിക്കും.
പക്ഷേ അതിങ്ങനെ ചറപറാന്നായിരിക്കില്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതും ഒരു സ്പെഷ്യലായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്, മറ്റുള്ളവർക്ക് വിസിറ്റ് ചെയ്യുന്നവർക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ നല്ല രീതിയിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നുണ്ടാവുക, ഓരോ പ്ലാൻസും അറേഞ്ച് ചെയ്യുന്നത്. അവിടെ ജസ്റ്റ് പ്ലാൻസ് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ജസ്റ്റ് ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിക്കുകയല്ല, അതിനൊക്കെ ഓരോ പ്ലാന്റിനും ഓരോ സെക്ഷൻസ് ഉണ്ടായിരിക്കും. ഓരോന്നും വെച്ചിരിക്കുന്നത് ഓരോ പ്രത്യേക രീതിയിലായിരിക്കും. നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലാൻഡ്സ്കേപ്പിങ്ങും ആ ഗാർഡനിങ്ങും ഒക്കെ നല്ല ക്ലിയറായിട്ട് മനസ്സിലാവും. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പല ചെടികളും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാണ്, ജസ്റ്റ് പ്ലാൻസിന് എഡ്യൂക്കേഷണൽ കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് അത് എന്താണ് അറേഞ്ച് ചെയ്തതും ഡിസ്പ്ലേ ചെയ്യുന്നതും ആ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമല്ല, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വിസിറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ടൈപ്പ് വരുന്നത്. ഓക്കെ, ഇനി ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ്ങിനെ കുറിച്ചിട്ട് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് ശരിക്കും. ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ പാർക്ക്, ഗാർഡൻ അല്ലെങ്കിൽ ഒരു ഏരിയേൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താണ് ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഏരിയേൻ്റെ അപ്പിയറൻസ് ഇമ്പ്രൂവ് ആക്കുന്നതിനെയാണ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്യും, പ്ലാൻ ചെയ്യും, മോഡിഫൈ ചെയ്യും, ആ ഒരു പീസ് ഓഫ് ലാൻഡിനെ മാനേജ് ചെയ്യും. ഓരോ സ്ഥലത്തും ഓരോ പോലെ ആയിരിക്കും. ഇപ്പോൾ റോഡിൽ നമുക്ക് ഭയങ്കരമായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ലാൻഡ്സ്കേപ്പിംഗ് നടത്തുന്നുണ്ടാവുക. ബിൽഡിങ്, ഗാർഡൻസ്, അവിടെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ലാൻഡ്സ്കേപ്പിംഗ് നടത്തുന്നുണ്ടാവുക. പക്ഷേ ഇതിൻ്റെ അന്തിമ ലക്ഷ്യം എന്താണ്, ആ ഒരു ഏരിയേൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ മേജർ ബേസിസ് എന്ന് പറയുന്നത് എന്താണ്, കൾച്ചറൽ ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള ആസ്പെക്റ്റ് പ്രകാരമാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ അവിടെ ഒരു റിസോഴ്സ് കൺസർവേഷനും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സിനെ കൺസേർവ് ചെയ്യുക എന്നുള്ളതും കൂടി ഈ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിലൂടെ നടക്കുന്നുണ്ട്. ഓക്കെ, ലാൻഡ്സ്കേപ്പിങ്ങിലെ ഏറ്റവും വൈറ്റലായിട്ടുള്ള കാര്യങ്ങളാണ് എന്ത്, പ്ലാനിങ്ങും ഡിസൈനിങ്ങും. ഓക്കെ, അതിൽ നമ്മൾ ആ ഒരു ഏരിയേൻ്റെ സോയിൽ, ടോപ്പോഗ്രഫി, ആ ഒരു ഏരിയേൻ്റെ ക്ലൈമറ്റ്, ആ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. അതിൻ്റെ ടോപ്പോഗ്രഫി എങ്ങനെയാണ്, സോയിൽ ടൈപ്പ് എങ്ങനെയാണ്, ഏതൊക്കെ പ്ലാന്റ്സ് വെച്ചാലായിരിക്കും അവിടെ സർവൈവ് ചെയ്യുക, അതിൻ്റെ ക്ലൈമറ്റ്, ഏതൊക്കെ പ്ലാന്റിനാണത് ആ ഒരു ഏരിയേൻ്റെ ക്ലൈമറ്റ് പറ്റുക, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുക. പ്രധാനമായിട്ടും ഈ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിന് 4 ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസിനെയാണ് ആവശ്യമുള്ളത്. അതാരൊക്കെയാണെന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ വേണം, ലാൻഡ്സ്കേപ്പ് കോൺട്രാക്ടർ വേണം, ലാൻഡ്സ്കേപ്പ് മെയിൻ്റനൻസ് സൂപ്പർവൈസർ വേണം, അതുപോലെ തന്നെ നഴ്സറി പേഴ്സണൽസ് വേണം. ഈ 4 ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് ഒരു ലാൻഡ്സ്കേപ്പ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിൽ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എന്താണ്, ക്ലയൻറ്റിൻ്റെ അഡ്വൈസ് പ്രകാരം പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് എന്താ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ആ ഒരു പ്ലാൻ ഉണ്ടാക്കുക, എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ വേണം എന്നുള്ള പ്ലാൻസും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഏതൊക്കെ രീതിയിൽ, ഇപ്പോൾ ഹൗസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഹൗസ് ഓണറിൻ്റെ ആഗ്രഹപ്രകാരം അയാൾക്ക് എന്തൊക്കെയാണ് അയാളുടെ ടേസ്റ്റ്, അതിനനുസരിച്ചിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കും. ആ ഒരു എൻവിറോൺമെൻറ്റിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കും. ഈ
ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ ഒരു സൈറ്റ് പ്ലാനും അതുപോലെ തന്നെ ഒരു പ്ലാന്റിംഗ് പ്ലാനും എന്താണ് ആ പ്രൊജക്റ്റിൻ്റെ ഒരു സൈറ്റ് പ്ലാനും ഒരു പ്ലാന്റിംഗ് പ്ലാനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ സൈറ്റ് പ്ലാനിൽ പ്ലാന്റ്സിൻ്റെ ലൊക്കേഷൻ എവിടേക്കാണ്, ഇന്നാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പിൽ എവിടേക്കാണ് പ്ലാന്റ്സ് വെക്കേണ്ടത്, എവിടേക്കാണ് ഇന്നാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് വെക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഈ സൈറ്റ് പ്ലാനിങ് എന്ന് പറയുന്ന ഡ്രോയിങ്ങിൽ ഉണ്ടാവുക. പിന്നെ വരുന്നത് പ്ലാന്റിംഗ് പ്ലാനാണ്. അതിൽ സ്പെസിഫൈ ചെയ്യും ഈ പ്ലാന്റ്സിൻ്റെ സ്പീഷീസ്, ഏതൊക്കെ പ്ലാന്റ് സ്പീഷീസിൻ്റെ സിമ്പിൾസ് കാര്യങ്ങളും കൊടുക്കും. എന്നിട്ട് ഏതൊക്കെ പ്ലാന്റ് സ്പീഷീസ് ആണ് വേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയിൽ വേണം, ഓരോ പ്ലാന്റിൻ്റെയും ലൊക്കേഷൻ എന്തൊക്കെയാണ്, ആ രീതിയിൽ ഇന്ന പ്ലാന്റ് ഇവിടെ ഇന്ന പ്ലാന്റ് ഇവിടെ അതിൻ്റെ സിമ്പിൾസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് എത്ര ക്വാണ്ടിറ്റിയിലാണ് ഓരോ പ്ലാന്റും വേണ്ടത് എന്നതൊക്കെ കാണിക്കുന്ന ഒരു ഡ്രോയിങ് ആണ് പ്ലാന്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാൻഡ്സ്കേപ്പ് കോൺട്രാക്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഗാർഡനെ ഉണ്ടാക്കുന്ന ആളാണ് ആര്, ഈ ആർക്കിടെക്ചറിൻ്റെ പ്ലാൻ അനുസരിച്ച് ആ ഗാർഡൻ ഉണ്ടാക്കുന്ന ആളാണ് ഈ ലാൻഡ്സ്കേപ്പ് കോൺട്രാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ വരച്ചിട്ടുള്ള ആ ഒരു പ്ലാന് അപ്രൂവ് ആയി കഴിഞ്ഞാൽ, അതായത് ആ ഒരു ഇപ്പോൾ ക്ലയൻറ്റിന് അത് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ ഈ ലാൻഡ്സ്കേപ്പ് പ്രൊജക്റ്റ് ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും, അവർക്കത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നഴ്സറി പേഴ്സണോട് ചോദിച്ചിട്ടാണ് അവരുടെ അടുത്തു നിന്നാണ്, നഴ്സറി പേഴ്സണിൻ്റെ അടുത്തു നിന്നാണ് ആ ഒരു റിക്വയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ, ആ ഒരു പ്രൊജക്റ്റിന് ആവശ്യമുള്ള മെറ്റീരിയൽസൊക്കെ വാങ്ങുന്നത് ഈ നഴ്സറി പേഴ്സൺസിൻ്റെ അടുത്തു നിന്നാണ്. അതുപോലെ തന്നെ അടുത്ത ആളാണ് എന്ത്, നമ്മുടെ മെയിൻ്റനൻസ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് അതിനെ മാനേജ് ചെയ്യുന്നത്, കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്ന, ആ പ്രൊജക്റ്റിനെ മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും, ഈ മെയിൻ്റനൻസ് സൂപ്പർവൈസർ ആയിരിക്കും. ക്ലയൻറ്റിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, കറക്റ്റ് ആ പ്ലാനിന് അനുസരിച്ചാണോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരായിരിക്കും, ഈ മെയിൻ്റനൻസ് സൂപ്പർവൈസർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫർദർ മെയിൻ്റെനിങ് കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത് ഈ ആൾ തന്നെ ആയിരിക്കും. ഓക്കെ, മെയിൻ്റനൻസ് സൂപ്പർവൈസർ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ആ ഒരു ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് എന്ന് പറയുന്ന പോർഷനിൽ വരുന്നത്. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴുള്ള പ്രിൻസിപ്പിൾസ് ആണ് നോക്കുന്നത്. ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള 5 പ്രിൻസിപ്പിളാണ് നോക്കുന്നത്. ഓക്കെ, അതിൽ വരുന്നതാണ് ഒന്ന് എന്ത്, സിംപ്ലിസിറ്റി. അതായത് ഒരു ലാൻഡ്സ്കേപ്പ് നടത്തുമ്പം അവിടെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവരുത്, അതുപോലെ തന്നെ ഒരുപാട് ആ ഒരു ഏരിയനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആവരുത്. എപ്പോഴും എന്തായിരിക്കണം, സിമ്പിളായിരിക്കണം, എലഗൻ്റ് ആയിരിക്കണം. ആ സ്ട്രാറ്റജീസ് എങ്ങനെ ഒരു ഡിസൈനെ സിമ്പിളാക്കാം അല്ലെങ്കിൽ എലഗൻ്റ് ആക്കാം എന്നുള്ള സ്ട്രാറ്റജീസ് വരുന്ന ഒരു പ്രിൻസിപ്പിളാണ് എന്ത്, സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. ആ സ്ട്രാറ്റജീസ് എന്ത് ചെയ്യും, ഈ ഒരു ഡിസൈനിനെ സിമ്പിളും എലഗൻറ്റും ആക്കും. ഓക്കെ, അത് വരുന്ന പ്രിൻസിപ്പിളാണ് എന്ത്, സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇതിൽ മിനിമം വേരിയേഷൻ ആയിരിക്കണം, ഒരു ലാൻഡ്സ്കേപ്പിങ്ങിൽ മിനിമം വേരിയേഷൻ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവരുത്. ആ ഒരു ഏരിയേൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി നശിപ്പിച്ചിട്ടാവരുത് അവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്യേണ്ടത്. അതാണ് സിംപ്ലിസിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, വേരിയേഷൻ എന്ന് പറയുന്നത് മിനിമം, അതുപോലെ തന്നെ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. അതാണ് സിംപ്ലിസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാലൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ വിഷ്വൽ വെയിറ്റ് ആയിരിക്കണം. വ്യൂവറിൻ്റെ എലമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള വിഷ്വൽ വെയിറ്റ് ആയിരിക്കണം ആ ഒരു ലാൻഡ്സ്കേപ്പിന് ഉണ്ടാവേണ്ടത്. ഓക്കെ, ലാൻഡ്സ്കേപ്പ് ഡിസൈനിന് ആ പ്രിൻസിപ്പിളാണ് എന്ത്, ബാലൻസ് എന്ന് പറയുന്നത്. ഫോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആൻഡ് എംഫസൈസ് ഫോർ പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്ലാന്റ്, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സുള്ള പ്ലാന്റ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അറേഞ്ച്മെൻറ്റിന് കുറച്ചുകൂടെ എന്താണ്, എംഫസൈസ് കൂടും.
കുറച്ചുകൂടെ ആ അറേഞ്ച്മെൻറ്റ് നന്നാവും. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മളൊരു ഏരിയയിൽ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയേൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ എംഫസൈസ് കൂടും. ആ രീതിയിൽ അതിന് കുറച്ചുകൂടെ എംഫസൈസ് കിട്ടും ആ ഒരു അറേഞ്ച്മെൻറ്റിന്. പ്ലാന്റ്സിൻ്റെ അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി വരുന്നത് റിതം ആൻഡ് ലൈനാണ്. അതായത് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി വേണം, ഒരു ഓർഡർ വേണം. ഇപ്പോൾ നമ്മൾ തോന്നിയ പോലെ അറേഞ്ച് ചെയ്യാതെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അതപ്പോൾ അത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയുണ്ടാവും. ഓക്കെ, അതായത് ഒരു സെൻസ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം. ഇതിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ബെഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ സെക്ഷൻസ് എന്ന് പറയുന്നത് ലിങ്ക് ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പ്ലാന്റ്സിൻ്റെ ടൈപ്പ് മാറ്റുകയാണെങ്കിലും അതിനൊരു കണ്ടിന്യൂറ്റി വേണം. ഓക്കെ, ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അതായത് ചില പാർക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും വലിയ പ്ലാന്റ്സ്, വലിയ ട്രീസ് ഇങ്ങനെ ഒരു ലോങ് റോ ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഒരേപോലത്തെ പ്ലാന്റ്സ് ഇങ്ങനെ വരിയായിട്ട് അറേഞ്ച് ചെയ്ത് അതിനൊരു പ്രത്യേക ബ്യൂട്ടി തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ഓർഡർ വേണം, ചെറപറ നടാതെ ഒരു ഓർഡറായിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു കാര്യം, ഒരു പ്ലാന്റ് നടാൻ. അല്ലെങ്കിൽ ഇൻഅനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ വെക്കുമ്പോൾ ആ ഒരു ഓർഡർ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി വരുന്നത് സ്കെയിൽ ഓർ പ്രൊപ്പോർഷനാണ്. സ്കെയിൽ ഓർ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി പ്ലാന്റ് വെക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ, അതിൻ്റെ സൈസ്, ആ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൈസ് പ്രൊപ്പോർഷൻ, സ്കെയിൽ ഓർ പ്രൊപ്പോർഷൻ വരുന്നത്. അതായത് നമ്മൾ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസിൻ്റെ സൈസ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്ന പ്രിൻസിപ്പിളാണ് സ്കെയിൽ ഓർ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചൂസ് ചെയ്യുന്ന സമയത്ത് ചില പ്ലാന്റ്സ് സ്ലോ ഗ്രോയിങ് ആയിരിക്കും, ചിലതെന്ന് പറയുന്നത് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എത്ര ഹൈറ്റ് വയ്ക്കും, ആ പ്ലാന്റ് എത്ര ഹൈറ്റ് വയ്ക്കും അല്ലെങ്കിൽ എത്ര ഗിർത്ത് വയ്ക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ബോധം നമുക്ക് വേണം അതിനെ ഈ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിൽ യൂസ് ചെയ്യുമ്പോൾ. അതായത് ഇപ്പോൾ ഒരു ഇൻഅനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ പൊതുവേ അത് പിന്നീട് വളരില്ല. അപ്പോൾ നമ്മൾ വല്ല പാറ ഇതൊക്കെ വച്ച് കഴിഞ്ഞാൽ അത് ഫിക്സഡാണ്, അത് പിന്നെ അതിന് വളർച്ചയും കാര്യങ്ങളൊന്നും. പക്ഷെ അതിൻ്റെ സറൗണ്ടിങ്ങിൽ വെക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ നോക്കണം. ഭയങ്കരമായിട്ട് വളർന്നിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഇൻഅനിമേറ്റ് ആയിട്ടുള്ള പ്രതിമകൾ കാണാതെ ആവുന്ന രീതിയിൽ ഈ പ്ലാന്റ്സ് വളർന്നു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുമ്പം നമ്മൾ പ്ലാന്റ്സിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഗ്രോത്തിലുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ജിംനോസ്പേം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ അവർക്ക് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ചില ഏരിയാസിൽ ആ പ്ലാന്റ്സ് ആയിരിക്കും വളർത്താനായിട്ട് നല്ലത്. അങ്ങനെ അത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്രതിമകൾ അതുപോലെ തന്നെ വീട് മറയുന്ന രീതിയിലായിരിക്കരുത് നമ്മൾ പ്ലാന്റ്സ് നടാൻ. ഈ പ്ലാന്റ്സ് ഭാവിയിൽ എത്രത്തോളം വളരും എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പ്ലാന്റ്സ് ചൂസ് ചെയ്യാനായിട്ട്. ഭയങ്കരമായിട്ട് വളരുന്ന പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ആ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി അവിടെ നഷ്ടപ്പെടും. നമ്മളവിടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രതിമേനേക്കാളും ഉയരത്തിൽ ഈ മരം പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ പ്രതിമ വെച്ചതിന് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്ലാന്റ്സ് ഒക്കെ ചൂസ് ചെയ്യാനായിട്ട്. ആ ഏരിയ, ആ സൈസ്, ആ പ്രൊപ്പോർഷനൊക്കെ നോക്കിയിട്ട്, ആ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിൻ്റെ പ്രൊപ്പോർഷനൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഔട്ട്ഡോർ ഗാർഡനിങ് എന്ന് പറയുന്ന പോർഷനിൽ വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.